ചാനൽ ട്രിനിറ്റി വോയിസ്. സ്നേഹിതരെ വരും വെടിഞ്ഞാൽ അത് യേശുവിനോടു നീ പറഞ്ഞാൽ, സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളെഴും തൻ കരത്താ, സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളെഴും തൻ കരത്താൽ, നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും, നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും, വരുവിന്നേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ, വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. നമുക്കിനി ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 16-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 13 വേർഡ്സ് 16. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടിയെ പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. And I will make thy seed as the dust of the earth, so that if a man can number the dust of the earth, then shall thy seed also be numbered. Second session. Requirements in the book are the purpose driven life. Every possible emotion is catalogued in the Psalms. When you read the emotional confession of David and others, realize this is how God wants you to worship Him, holding back nothing of what you feel. You can pray like David. I pour out my complaints before Him and tell Him all my troubles, for I am overwhelmed. It's encouraging to know that all of God's closest friends, Moses, David, Abraham, Job and others, had bouts with doubt, but instead of masking their misgivings with pious glitches, they candidly voiced them openly and publicly. Expressing doubt is sometimes the first step toward the next level of intimacy with God. I must choose to obey God in faith. Every time you trust God's wisdom and do whatever He says, even when you don't understand it, you deepen your friendship with God. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ്സ് ഓർ സദൃശ്യവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 12 വേർഡ്സ് 23. സദൃശ്യം 12-23. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. എ പ്രൂഡന്റ് മാൻ concealeth knowledge, but the heart of fools proclaimeth foolishness. Fourth session. Matthew or Mattai. Matthew chapter 5 verse 28. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-ാമത് വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. But I say unto you that whosoever looketh on a man to lust after her hath committed adultery with her already in his heart. നമുക്ക് 5th സെഷനിലേക്ക് പോകാം. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുവാൻ യേശു 3 കഥകൾ പറഞ്ഞു.
ഒരിക്കലും അടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് ആദ്യത്തെ 2 കഥകൾ. നാം പ്രാർത്ഥിക്കുമ്പോൾ വിനയമുള്ളവരായിരിക്കണമെന്ന് യേശു 3ാമത്തെ കഥയിലൂടെ പഠിപ്പിക്കുന്നു. അർദ്ധരാത്രിയിലെ സ്നേഹിതൻ, ലൂക്കോസ് 11:5-8 വരെ. അർദ്ധരാത്രിയിൽ നിങ്ങളെ ഒരു സ്നേഹിതൻ സന്ദർശിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ മറ്റൊരു സ്നേഹിതൻ്റെ ഭവനത്തിൽ ചെന്ന് പറയുന്നു എന്ന് കരുതുക, സുഹൃത്തെ, ഒരു അതിഥി വന്നിരിക്കുന്നു. അയാൾക്ക് വിളമ്പാൻ വീട്ടിൽ ഒന്നുമില്ല. അതുകൊണ്ട് ദയവായി 3 അപ്പം കടം തരിക. അപ്പോൾ ആ സ്നേഹിതൻ ഇങ്ങനെ മറുപടി പറയുന്നു എന്നിരിക്കട്ടെ, എന്നെ ശല്യപ്പെടുത്തരുത്, വാതിൽ അടച്ചിരിക്കുന്നു, എൻ്റെ കുട്ടികൾ കിടക്കയിൽ എന്നോടൊത്ത് കിടക്കുന്നു, എഴുന്നേറ്റ് ഒന്നും നിനക്ക് തരാൻ എനിക്ക് നിവൃത്തിയില്ല. അയാൾ നിങ്ങളെ സഹായിക്കാൻ തൽപരനല്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? വീണ്ടും വീണ്ടും ചോദിക്കും. ഒടുവിൽ നിർബന്ധം സഹിക്കവയ്യാതെ അയാൾ വന്ന് നിങ്ങൾക്ക് വേണ്ടത് നൽകും. ഇനി നമുക്ക് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം. ഫസ്റ്റ് സെഷനിലെ ഉള്ളടക്കം, ഉൽപ്പത്തി ഓർ ജനസിസ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടിയെ പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. ആൻഡ് ഐ വിൽ മേക്ക് ദൈ സീഡ് ആസ് ദ ഡസ്റ്റ് ഓഫ് ദി എയർ, so that if a man can number the dust of the air, then shall thy seed also be numbered. Second session, Rick Warren's book is The Purpose Driven Life. Every possible emotion is catalogued in the Psalms. When you read the emotional confessions of David and others, realize this is how God wants you to worship Him, holding back nothing of what you feel. നമുക്ക് തേർഡ് സെഷൻ നോക്കാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. A prudent man concealeth knowledge, but the heart of fools proclaimeth foolishness. Fourth session, മാത്യു ഓർ മത്തായി. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. But I say unto you that whosoever looketh on a woman to lust after her hath committed adultery with her, hath committed adultery with her already in his heart. ഇവിടെ നമ്മുടെ എല്ലാ സെഷനും കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.